ഈ ഒരു വിമർശനം ആദ്യമേ പൂർണ്ണമായും അതെ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ, എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള, പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാടുന്ന നാടൻ ഭാഷ എന്നെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിനെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു ചേർന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഐക്യത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വിധങ്ങൾ മാറി. അപ്പം നമ്മുടെ അനി പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നതക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുത്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSSനോട് കൂടി നിൽക്കുന്നവർ NSSനോട് കൂടി തന്നെയാണ്. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSSകാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. NSS ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും വെറുക്കത്തൊന്നും. അദ്ദേഹവും പറഞ്ഞത് ഈ നിലപാട് മാറ്റത്തിന് മുന്നിൽ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്നായിരുന്നു. പക്ഷെ അതിൽ ചില താല്പര്യങ്ങൾ ആരുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും അദ്ദേഹവും ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പലരും പലതും കൂട്ടി എഴുതുന്നുണ്ട്. തലേ ദിവസം മറ്റോ ഇവിടെ ശ്രീരമ്പിള വന്നിച്ചു. ശ്രീരമ്പിള 2 ബുക്ക് തരാമെന്ന് അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു. അദ്ദേഹം താനെത്തുന്നും പോയി. അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടെ വന്നു. അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുന്നിൽ വെക്കുകയായിരുന്നില്ലേ? ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുന്നിൽ വെക്കുകയായിരുന്നില്ല, ഐക്യത്തിൽ വേണ്ട എന്നുള്ളത്. ബോർഡിലുള്ള മുഴുവൻ പേരും അത് ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് ഇത് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നിരുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളി ഈ ദിവസങ്ങളിലും ഒരു നിശബ്ദത പാലിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം വെള്ളാപ്പള്ളി തുടർച്ചയായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ തലത്തിലേക്ക് ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടിയോ സാർ? അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുകയായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാകൂന്ന കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്നത്തേതിലും ഉണ്ട് അദ്ദേഹം ചില ഭീഷണികളുണ്ട്. ചില അതെ, അപ്പം നമുക്കിപ്പോൾ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല.
എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും ഈ ഐക്യത്തിന് അനുകൂലമായിരുന്നു. ഡയറക്ടർ ബോർഡിൽ വന്നപ്പോഴാണ്. ആയിരുന്നല്ലോ. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഈ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ? ഊതി 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 വന്നപ്പോൾ തല തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിനോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്. ഈ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോടെ ഈ പിരിഞ്ഞ സമയത്ത് പറഞ്ഞത് അത് ഈ അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ ഇടപെടാൻ വരരുത് എന്നാണ് നിലപാട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീണ്ടും ആവർത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിഴക്കിലിരുന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ വരുന്നത്. വി ഡി സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയി സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പം തെളിയിക്കുന്നത് ഇത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിനെ കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നത് അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും.